കർത്താവിന്റെ അതിപരിശുദ്ധമേറിയ നാമം വാഴ്ത്തപ്പെടുമാർ. മഴ പെയ്യിക്കാൻ പോകുന്നു, ജലപ്രളയം ഉണ്ടാകാൻ പോകുന്നു, എല്ലാവരും രക്ഷപ്പെടണമെന്നുള്ള ഒറ്റ പ്രസംഗം മാത്രം നോഗ പ്രസംഗിക്കുമ്പോൾ അതേ പകൽ മുഴുവനും പെട്ടകത്തിന്റെ പണി, ആമേശ്വരം പകൽ മുഴുവനും തന്റെ പ്രസംഗവും രാത്രിയിൽ പെട്ടകത്തിന്റെ പണിയുമെന്ന് നമുക്ക് അതിനെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ ഇരിക്കുമ്പോൾ യഹോവയായ ദൈവം നോഹയോട് സംസാരിക്കുകയാണ്, നീയും നിന്റെ കുടുംബവും പെട്ടകത്തിനകത്ത് കയറണം. പെട്ടകത്തിനകത്ത് ദൈവം പറഞ്ഞ പോലെ നോഹയും തന്റെ കുടുംബവും കയറിയപ്പോൾ 7-ാം അധ്യായം പഠിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നത്, നോഹയും കുടുംബവും ആ പെട്ടകത്തിൽ കയറി അതിന്റെ വാതിലുകളെയൊക്കെയും പിതാവായ ദൈവം അടയ്ക്കുകയാണ്. 7-ാം അധ്യായം പഠിച്ച് താഴോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നത്, 11-ാമത്തെ വേദഭാഗത്ത് ഇങ്ങനെയാണ് വായിക്കുന്നത്, നോഹയുടെ ആയുസ്സിന്റെ 600 സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്ന് തന്നെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. 40 രാവും 40 പകലും ഭൂമിയിൽ മഴ പെയ്തു. 7-ാം അധ്യായത്തിൽ ആകാശത്തിന്റെ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർക്കുകയും ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയും ചെയ്യുന്നു. എന്തിനു വേണ്ടി? മഴ പെയ്യിക്കുവാൻ വേണ്ടി. നോഹ വിളിച്ചു പറഞ്ഞ പ്രസംഗത്തിന്റെ ബാക്കി പത്രം എന്ന വണ്ണം അവിടെ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയും ആഴിയുടെ ഉറവുകളെ പിളർക്കുകയും ചെയ്ത് മഴയും ജലപ്രളയവും ഭൂമിയിലെങ്ങും ഉടലെടുക്കുവാനിടയായി തീർന്നു. ജനസമൂഹങ്ങൾ മരിച്ച് അടങ്ങുകയാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവശബ്ദം കേട്ട, ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം നിന്ന നോഹയും കുടുംബവും പെട്ടകത്തിനകത്ത് രക്ഷപ്പെടുന്ന അസാധാരണമായ കാഴ്ച. പ്രിയരെ, ഈ ഭാഗത്ത് നിന്നുകൊണ്ട് ഒരു ആത്മീക ദൂത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതേ 7-ാം അധ്യായത്തിൽ ആഴിയുടെ ഉറവുകളൊക്കെയും പിളർക്കുകയും ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയും ചെയ്തപ്പോൾ ഭൂമിയിൽ എങ്ങും മഴ പെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയാണെങ്കിൽ എവിടെങ്കിലും ഏതെങ്കിലും പ്രതിസന്ധികൾക്കകത്തേക്ക് ദൈവം നമ്മെ ഇറക്കി നിർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രതികൂലത്തിനകത്തേക്ക് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ, അതിന് പ്രതിവിധിയും കണ്ടെത്തുവാൻ, അതിന് പ്രതിവിധിയും നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ കരുത്തുള്ളൊരു ദൈവമാണ് നാം ആരാധിക്കുന്ന ദൈവം. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതേ നോഹയും കുടുംബവും പ്രസംഗിച്ചു, പെട്ടകത്തിൽ കയറി രക്ഷപ്പെട്ട് മുൻപോട്ട് പോകുമ്പോൾ 8-ാം അധ്യായം പഠിക്കുന്നത് എങ്ങനെയാണ്? സകല മൃഗങ്ങളെയും നോഹയെയും അവനോട് കൂടെ പെട്ടകത്തിലുള്ളതിനെയും യഹോവയായ ദൈവം ഓർക്കുവാനിടയായി തീർന്നു. ദൈവത്തിന് സ്തോത്രം. പ്രസംഗിക്കുക മാത്രമല്ല ആമേൻ, പ്രസംഗിപ്പിച്ചവനെ ഓർക്കുകയും ചെയ്യുന്ന, ആമേൻ സ്തോത്രം, പെട്ടകത്തിലുള്ളതിനെ ഓർക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അടുത്ത ബാക്കി ഭാഗങ്ങൾ ഇങ്ങനെയാണ്. ആമേൻ, ദൈവം ഭൂമിമേൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു. പ്രൈസ് ദി ലോർഡ്. 40 ദിവസം പെയ്തുകൊണ്ട് നിന്ന, പ്രളയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന ആ ഭൂമിയിൽ അതേ ഒരു കാറ്റടിപ്പിച്ചിട്ട് എന്ത് സംഭവിച്ചു? അവിടെ വെള്ളം നിലയ്ക്കുകയാണ്. ഏതെങ്കിലും പ്രതിസന്ധികൾ നമ്മുടെ നേരെ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പ്രയാസങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ, അത് നമ്മെ മുക്കിക്കളയാനല്ല, അത് നമ്മെ നശിപ്പിച്ച് കളയാനല്ല, മറിച്ച് ദൈവത്താൽ ഉളവായതാണെങ്കിൽ അതിനകത്തും നമ്മുടെ രക്ഷ, അതിനകത്തും നമ്മൾക്ക് വേണ്ടിയിട്ടുള്ള വിടുതലിന്റെ കരം, ദൈവത്തിന്റെ കരം ആമേൻ നമുക്ക് വേണ്ടി ചലിച്ചിറങ്ങുവാൻ ഇടയായി തീരും. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ വായിക്കുന്നു, ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞു, ആകാശത്തിനു ഉള്ള മഴയും നിന്നു. അപ്പം 7-ാം അധ്യായത്തിൽ ആകാശത്തിന്റെ കിളിവാതിലുകളെ തുറന്നു. 8-ാം അധ്യായത്തിൽ ആകാശത്തിന്റെ കിളിവാതിലുകൾ അടഞ്ഞു. നോഹയെയും പെട്ടകത്തിലുള്ളതിനെയും ഓർത്തപ്പോൾ ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറക്കുകയാണ്, കർത്താവ് അടയ്ക്കുകയാണ്. എന്താ കാരണം? എന്നും ഒരു പെട്ടകത്തിനകത്ത് വെള്ളത്തിനകത്ത് ആടിയുലഞ്ഞു പോകുവാനല്ല, മറിച്ച് ഉറപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് തെളിയിക്കുകയാണ്. അടുത്ത ഭാഗത്ത് നാം വായിച്ചു നിർത്തിയത് ഇങ്ങനെയാണ്, അരാരാത്തു പർവ്വതത്തിൽ നോഹയുടെ പെട്ടകം ഉറയ്ക്കുകയാണ്. പ്രിയരെ, നാളിതുവരെ ആടി ഉലഞ്ഞു, നാളിതുവരെ എങ്ങും എത്തത്തില്ലെന്ന് പറഞ്ഞു. ആമേശ്വരം എവിടെയോ താളം തെറ്റി വെള്ളത്തിന്റെ ഓളത്തിൽ ആമേശ്വരം ഒരു ചെറിയ ഭാരമില്ലാത്ത വസ്തു ഓളം തട്ടി പോകുന്നത് പോലെ
ജീവിതത്തിന്റെ ശയ്യകൾ, ജീവിതത്തിന്റെ നിശകൾ ഓളം തട്ടി പോകുന്നെന്ന് ചിന്തിച്ച ചില സമയങ്ങൾ, ചിന്തിച്ച ചില നേരങ്ങൾ ഒരു പക്ഷെങ്കിൽ നമ്മുടെ മുൻപിൽ കാണാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, ഓളം തട്ടി അവസാനിക്കാനല്ല, ആമീൻ, എങ്ങും എത്തിത്തീരത്തില്ലെന്ന് പറയാനല്ല, ഉറപ്പിക്കുന്ന ചില ആരാധകൾ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന ദൈവമാണ്. എത്ര പേർക്ക് എന്നോട് ചേർന്ന് കർത്താവിന് മഹത്വം കൊടുക്കാൻ കഴിയും? ചില ആരാധ പർവ്വതങ്ങൾ നമ്മളെ ഉറപ്പിക്കാൻ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആമിഷ്ടോത്രം ജലപ്രളയത്താൽ നശിക്കാതെ പെട്ടകത്തിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ, ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് മഴ പെയ്തിട്ടുണ്ടെങ്കിൽ, ആകാശത്തിന്റെ കിളിവാതിലുകളെ അടയ്ക്കുവാനും ദൈവം അരാരാത്തിൽ കൊണ്ടുറപ്പിക്കുവാനും ശക്തനായ ദൈവമാണ്. എന്റെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സഹോദരങ്ങളോട്, മാതാപിതാക്കളോട് ആത്മാർത്ഥതയോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ചിലയിടത്ത് നമ്മെ ഉറപ്പിക്കുന്ന ദൈവമാണ്. ഓളം തട്ടി തകർന്നു പോകാനല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തേ ഇങ്ങനെയെന്ന് ചോദിച്ച് വല്ലാതെ ആമിഷ്ടോത്ര ഡിപ്രഷനിലേക്ക് പോകാനല്ല, മറിച്ച് ചില അരാരാത്ത് പർവ്വതത്തിൽ കൊണ്ട് ഉറപ്പിക്കാനുള്ള ദൈവിക നിയോഗങ്ങളും ദൈവിക ഉദ്ദേശങ്ങളും വെളിപ്പെട്ടു വരുന്നു. എത്ര പേർക്ക് എന്നോട് ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ കഴിയും? നാം ചിന്തിച്ചും ഇതോടെ അവസാനിക്കുകയാണ്, നാം ചിന്തിക്കും ഇതോടെ തീർന്നു പോവുകയാണ്. നോ, അങ്ങനെയല്ല. ചില ആരാരാത്ത് പർവ്വതത്തിൽ ഉറപ്പിക്കുന്ന ചില പർവ്വതങ്ങൾ നമുക്ക് വേണ്ടി വെളിപ്പെട്ടവരുടെ ഇടയായിത്തീരും. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടെ നമ്മൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന, നമുക്ക് വേണ്ടി വെളിപ്പെട്ടിറങ്ങി വരുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്, നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ കൈവിടാത്തൊരു ദൈവമുണ്ട്, നമ്മളെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. വളരെ പ്രാർത്ഥനയോടെ, ദൈവാശ്രയ ബോധ്യത്തോടെ, കർത്തൃ സന്നിധിയിൽ വിശ്വാസത്തോടെ നമുക്ക് മുൻപോട്ട് പോകാം. പ്രിയരെ, നമ്മെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയോടെ നമുക്ക് മുൻപോട്ട് പോകാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.